നിർഭാഗ്യവശാൽ ഇന്നും മനുഷ്യവംശത്തിൽ നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഇതര വംശങ്ങളുടെ ഹിംസയെ നമുക്ക് മനസ്സിലാക്കാനാകും, ഇരതേടുന്നതിന് വേണ്ടിയുള്ള ഹിംസയെ മനുഷ്യവംശത്തിലായാലും നമുക്ക് മനസ്സിലാക്കാനാകും. പക്ഷെ മറ്റു തരത്തിലുള്ള ഹിംസകളിലേക്ക് മനുഷ്യവംശം നീങ്ങുമ്പോൾ അരുത് എന്ന് ആദികവി നിഷാദ എന്ന് പറഞ്ഞതുപോലെ അരുത് എന്ന് പറയേണ്ട കടമ ഏത് കവിക്കും ആത്യന്തികമായി ഉണ്ട്. അത് ജ്ഞാനഹിംസയാകാം, അത് യുക്തിഹിംസയാകാം, അത് വംശ ഹിംസയാകാം, മതഹിംസയാകാം, സൗന്ദര്യഹിംസയാകാം, നീതിഹിംസയാകാം. ഏതെല്ലാം പേരുകളിൽ വിളിച്ചാലും ഇങ്ങനെയുള്ള അനേകം ഹിംസകളാൽ ആവൃതരായ മനുഷ്യരാണ് ഇന്ന് നാം. നിരന്തരമായി ഹിംസയെ നേരിടേണ്ടി വരുന്ന, അതിനെക്കുറിച്ച് നിർഭാഗ്യവശാൽ സംസാരിക്കേണ്ടി വരുന്ന, ഈ അരുത് എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യയെ പോലുള്ള രാജ്യം കടന്നു പോകുന്നത് എന്ന് നിങ്ങളോട് ഞാൻ സവിശേഷമായി പറയേണ്ടതില്ല.